ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കും സുഖമാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ വർക്ക് വീണ്ടും തുടങ്ങി. തേപ്പാണ്. തേപ്പ് ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയാണല്ലോ അല്ലേ? കുറച്ച് ദിവസമായിട്ട് നിൽക്കാതെ പെയ്യുന്ന മഴയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് വെള്ളം എടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേക്കാലോ എന്ന് കരുതി. അപ്പോൾ തേക്കാൻ വേണ്ടിയിട്ട് എംസാൻഡ് സിമെൻറ്റൊക്കെ നമ്മൾ അടിക്കാൻ തുടങ്ങി. നമ്മളങ്ങോട്ട് വണ്ടി വരുമോ ചോദിച്ചാൽ വണ്ടി വരും. പക്ഷേ ഫുള്ള് ലോഡായിട്ട് വരുന്ന സമയത്ത് കോൺക്രീറ്റ് ഇട്ട റോഡാണ്. അപ്പോൾ മഴ നിൽക്കാതെ പെയ്തതിൻ്റെ പേരിൽ അവിടെ റോഡ് സ്ലിപ്പായിട്ട് വണ്ടി അവിടെ സ്റ്റക്കായി. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ മുകളിൽ നിന്ന് കോരി ഒഴിവാക്കി കൊടുത്താൽ ബാക്കി അവർക്ക് സുഖമായിട്ട് തട്ടാലോ. അങ്ങനെ കൊണ്ടുവന്ന് തട്ടി ഏത് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കും. അപ്പോൾ ആക്കുനെ പറ്റിയ പണിയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴ നല്ലതുപോലെയുള്ള സമയത്താണ് നമ്മൾ തേക്കാനും തുടങ്ങിയത്. അപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല വെയിലായിരിക്കും, ചില ദിവസങ്ങളിൽ മഴയായിരിക്കും, ചിലത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ദിവസങ്ങളും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. എന്തായാലും ഫുള്ള് ദാർപ്പായൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടാണ് അവർ തേച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും ഇതുപോലൊക്കെ തേച്ച് കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഇത്ര പെട്ടെന്ന് നമ്മളെ വീടിൻ്റെ പണി ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഒരു വർഷമായി നമ്മൾ കട്ടിൽ വെച്ചിട്ട്. പിന്നെ 2-2.5 മാസം കൊണ്ട് നമ്മളെ വീടിൻ്റെ വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ നമ്മുടെ അക്കു നാട്ടിൽ വന്ന്. അപ്പോൾ വന്നതിൻ്റെ ശേഷം ഇങ്ങനെ ഫസ്റ്റ് നമ്മളെ വീടൊക്കെ ഇങ്ങനെ പോയി കണ്ടതിന് ശേഷം മൂപ്പരാൾക്ക് തോന്നി നമുക്ക് ബാക്കിയുള്ള പണികളും പെട്ടെന്ന് ചെയ്താലോ എന്ന്. അങ്ങനെയാണ് നമ്മൾ വയറിങ്ങിൻ്റെ പണിയും ബാക്കി തേപ്പും ചെയ്തു തുടങ്ങിയത്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടൈം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ടൈം ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കാതെ പെട്ടെന്ന് തേപ്പും വയറിങ്ങൊക്കെ കഴിഞ്ഞു കൂടുന്നത്. കാലാവസ്ഥ നോക്കിയിട്ട് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ തേച്ചെടുക്കുന്നത്. നമ്മുടെ തേപ്പിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞു തരാനൊന്നും നമുക്കറിയില്ല കേട്ടോ. നമുക്ക് ആകെ അറിയുന്നൊരു ജോലി എന്താണെന്ന് വെച്ചാൽ രാവിലെ അവിടെ പോവുക, ഏതുവരെ പണി എത്തിയെന്ന് നോക്കുക, അതൊക്കെ ഒന്ന് കാണുക. അത് വെറുതെ അവർ പണിയെടുക്കുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. പിന്നെ ഉച്ച സമയമാകുമ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ അവർക്ക് ചായ ഇട്ട് പോവുക. അപ്പോൾ അവിടം വരെ ആക്കി നോക്കുക. അതൊക്കെ ഒന്ന് വീഡിയോയിൽ നമ്മുടെ ക്യാമറയിലൊക്കെ ഒന്ന് പകർത്തിയെടുക്കുക. ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഈ വീടൊക്കെ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു സ്വപ്നമായിരിക്കുമല്ലോ. എല്ലാവരും വീട് വെക്കുമ്പോഴും എന്നെ പോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഓരോ ദിവസവും ഏത് പണിക്കാർ വന്നാലും നമ്മൾ ആ ദിവസം അവർ ചെയ്ത പണി കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോയി നോക്കും. ഇന്ന് എവിടം വരെ ഒരു പണിയെടുത്ത് അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്കത് എത്രത്തോളം സന്തോഷം കിട്ടുന്നതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കുറഞ്ഞ സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളെ ഷോക്കേസ് നമ്മളെ പറഞ്ഞ രീതിയിൽ അവർ അടിപൊളിയാക്കി തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ തേപ്പിൻ്റെ പണിക്കാരായാലും പടവിൻ്റെ പണിക്കാരായാലും നല്ല വൃത്തിയുള്ള, നമുക്ക് നല്ല മനസ്സിന് തൃപ്തിയുള്ള പണിക്കാരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒരിക്കലും എന്താ പറയുക മറച്ചു വെക്കാൻ പറ്റിയൊരു സംഭവമല്ല. ആർക്ക് മുന്നിലും എടുത്ത് പറയാൻ പറ്റിയ സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ അതേപോലെ എത്ര പെട്ടെന്നാണ് അവർ നല്ല ഫിനിഷാക്കി തന്നിട്ടുള്ളത്. നമ്മൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തോളമായിട്ടാണ്. പിന്നെ ഓരോരോ സമയങ്ങളിലാണ് നമ്മൾ ഓരോ പണികളും ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ വാർപ്പിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, നിങ്ങളെ വീടിൻ്റെ പ്ലാൻ ഒന്ന് തരുമോ, എത്ര സ്ക്വയർ ഫീറ്റാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പം നമ്മളെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 710 പ്ലാന്. ഞാൻ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഞാനതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഈ ഒരു റൂം തേക്കുന്ന സമയത്ത് നല്ലതുപോലെ പുറത്ത് മഴയാണ് കേട്ടോ. അവർ റൂമിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് തേച്ച് കംപ്ലീറ്റ് ആക്കി തന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ഇതുപോലെയായിരുന്നു. എന്നും രാവിലെ എണീറ്റതിൻ്റെ ശേഷം ഒരു കട്ടനൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ പോവും എങ്ങോട്ട്, നമ്മുടെ വീട് നനയ്ക്കാനെന്ന് പറഞ്ഞിട്ട്. മുമ്പ് റീൽസ് ഉണ്ടായിരുന്നല്ലോ, ചെടി നനയ്ക്കാൻ വിട്ട കുട്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയേക്ക് ബാക്കിയെല്ലാം നനയ്ക്കുന്നുണ്ട് തന്നെ. അതേപോലെ ഞങ്ങൾ നനയ്ക്കാൻ എന്നുള്ള പേരും പറഞ്ഞു പോയിട്ട് അവിടെ വീഡിയോ റീൽസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ നനയ്ക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോവും.
എന്തിനാ പോകുന്നത്? അവിടെ ടാപ്പ് പിടിച്ച് തിരിച്ചു കൊടുക്കാനും അതേപോലെ ബക്കറ്റിൽ വന്ന് വെള്ളം കോരിയൊക്കെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകും. പിന്നെ കുറേ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കും. ഓരോ വീഡിയോസും നമുക്ക് ഓരോ മെമ്മറീസ് അല്ലേ തരുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ സ്റ്റെപ്പും ഓരോ പണികളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ ഈ വീഡിയോസൊക്കെ പിന്നീട് നമുക്ക് കാണുമ്പോൾ. ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു രസം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തെന്ന് മാത്രം. പിറ്റേ ദിവസവും നമ്മൾ പോവാണ് കേട്ടോ ഇങ്ങോട്ട് നമ്മളെ വീട് നനക്കാൻ. ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ എന്താ ഭംഗിയല്ലേ. അങ്ങനെ ഈ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. എല്ലാ ദിവസത്തെ പോലെയല്ല, ഇത് നമ്മുടെ ലാസ്റ്റായിരുന്നു. നമ്മുടെ അക്കു തിരിച്ച് ഗൾഫിലോട്ട് പോണ അന്ന് രാവിലെ ഞങ്ങൾ നനക്കാൻ പോയ അന്നത്തെ വീഡിയോ കേട്ടോ ഇത്. അന്ന് രാവിലെ ഇതേപോലെ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ മഴ പെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് നമ്മളെ വീട് നനച്ചല്ലേ മതിയാവും. അപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാവും ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്തിനാണ് നനക്കുന്നത്. പക്ഷെ നനക്കണം, നനക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കിട്ടില്ലല്ലോ മഴ പെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാത്രം മൂപ്പര് പോകുന്ന സമയത്ത് ബാലൻസ് ഉണ്ടായിരുന്നു തേക്കാൻ. അത് ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. മൂപ്പർക്ക് കഴിഞ്ഞിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. ഒരു 10-15 ദിവസം കൂടി നീട്ടി. പക്ഷേ മഴ നിൽക്കാതെ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് പണിക്കാർക്ക് വരാനും കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ലാസ്റ്റത്തെ പണീൻ്റെ അന്ന് നമ്മൾ എന്നും ഇതേപോലെ തന്നെയാണ് ഭക്ഷണം കയറ്റി ഇങ്ങനെ പോകും. അപ്പോൾ ഇത് ലാസ്റ്റത്തത് ഇതൊക്കെ നമുക്ക് എന്നും കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.